നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സാരാവലിയിൽ കല്യാണവർമാവ് നമുക്ക് ഉപദേശിച്ചു തന്ന ഗ്രഹങ്ങളുടെ യോഗപ്രകരണമാണ്. ഇവിടെ 5 ഗ്രഹങ്ങളുടെ യോഗങ്ങളും നാം ചർച്ച ചെയ്തു. അടുത്തതായി നാം 19ാമത്തെ അധ്യായത്തിലെ 6 ഗ്രഹങ്ങളുടെ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും 6 ഗ്രഹങ്ങളുടെ യോഗത്തിൽ പ്രതിപാദിക്കുന്നത് 9 ശ്ലോകങ്ങളാകുന്നു. നാം ആദ്യത്തെ ഷഡ്ഗ്രഹ യോഗ നിരൂപണം 1ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ഈ ശ്ലോകം ശ്രദ്ധിക്കുക. വിദ്യാധന ധർമ്മരഥോ ക്ഷാമഃ ബഹുഭാഷകോ നികൃഷ്ടമതിഃ ഏകഭവനോപയാതൈഃ ബുധേന്ദു രവ്യാരഗുരു ശുക്രൈഃ. നിങ്ങൾ മനസ്സിലാക്കൂ, 6 ഗ്രഹങ്ങൾ: ബുധ, ഇന്ദു, ബുധൻ, ചന്ദ്രൻ, രവി, ആദിത്യൻ, ആരൻ എന്നുവെച്ചാൽ ചൊവ്വ, പിന്നീട് ഗുരു, ശുക്രഹി, വ്യാഴവും ശുക്രനും. ഇവിടെ ഈ ഷഡ്ഗ്രഹ യോഗത്തിൽ 4 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാണ് ഒന്നിച്ചു നിൽക്കുന്നത്. ഇവിടെ പാപഗ്രഹങ്ങളിൽ ആദിത്യനും ചൊവ്വയും, ശുഭഗ്രഹങ്ങളിൽ ചന്ദ്രനും ബുധനും ഗുരുവും ശുക്രനും. 4 ശുഭഗ്രഹങ്ങൾ, 2 പാപഗ്രഹങ്ങൾ. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി എപ്രകാരമുള്ള വ്യക്തിയായിരിക്കുമെന്നാണ് ഇവിടെ കല്യാണവർമാവ് സമർത്ഥിക്കുന്നത്. നമുക്കിനി വിശദമായി യോഗത്തിലേക്ക് പ്രവേശിക്കാം. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി വിദ്യാധനധർമ്മരഥ. അദ്ദേഹം രഥനാണ്, തൽപരനാണ്. വിദ്യയിലും ധനത്തിലും ധർമ്മത്തിലും തൽപരനാണ്. വിദ്യ സമ്പാദിക്കുന്നതിലും ധനസമാഹരണത്തിലും ധർമ്മം ആചരിക്കുന്നതിലും തൽപരനാണ് ഈ വ്യക്തിയെന്ന് പറയുന്നു. നല്ല ഒരു യോഗത്തിൻ്റെ ആരംഭമാകുന്നു ഇത്. അപ്രകാരം തന്നെ അദ്ദേഹം ക്ഷാമനാകുന്നു. ക്ഷാമഹ എന്ന പദത്തിന് ക്ഷയയുക്ത എന്നാണ് അർത്ഥം. ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം. ഇതൊക്കെ സമ്പാദിച്ചാലും ഒരുപക്ഷെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇതിനൊക്കെ ക്ഷയം വരുന്നു, അല്ലെങ്കിൽ ശാരീരികമായ നാശോന്മുഖമായ അവസ്ഥയും അദ്ദേഹം പ്രാപിക്കുന്നു എന്നർത്ഥമുണ്ട്. ബഹുഭാഷക, വളരെയധികം സംസാരിക്കുന്ന വ്യക്തിയാകും. ധാരാളം ഭാഷണം ചെയ്യുന്നു. വാചാടൻ എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. വളരെ സംസാരിച്ചുകൊണ്ടിരിക്കും. നികൃഷ്ടമതിഹിച്ച, അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്ര നല്ല മനസ്സല്ല, ഒരു ദുഷ്ടബുദ്ധിയാണ് അദ്ദേഹം എന്നർത്ഥം. ഇപ്രകാരം 6 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരികയാണെങ്കിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ കല്യാണവർമാവ് വിശദീകരിച്ചത്. നന്ദി.